ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ഹർജി ദുർഗ് സെഷൻസ് കോടതി പരിഗണിച്ചില്ല എന്ന വാർത്തയാണ് അല്പം മുൻപ് എത്തിയത്. അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞാണ് ജഡ്ജി ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്മിത, ഇന്ന് നടന്നത്, അതായത് കോടതിയിൽ ഈ കേസ് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ ബജ്രംഗ് പ്രവർത്തകർ അതിനിടയിലാണ് ഇങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. അതിനുശേഷം ഇവർ പെട്ടെന്ന് അകത്ത് നിന്ന് ഈ ആഹ്ലാദ പ്രകടനവുമായി ഇങ്ങോട്ട് എത്തുകയായിരുന്നു. ആഹ്ലാദ പ്രകടനത്തിനും അവർ പറഞ്ഞത് അവരുടെ അഭിഭാഷകർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോഴും ഈ സഭയുടെയോ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകരോടോ പബ്ലിക് പ്രോസിക്യൂട്ടറോടോ ഒന്നും നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അനൂപ് ആന്റണി അടക്കമുള്ള ഈ BJP ജനറൽ സെക്രട്ടറി ഇവിടെ ഉള്ളവർ പറയുന്നത് ഈ പറയുന്നതിൽ കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ഈ ബജ്രംഗ് ദൾ പറയുന്ന അഭിഭാഷകർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കോടതിയിൽ കേസ് വന്നു, കേസ് വന്നപ്പോൾ അവരുടെ അഭിഭാഷകർ എതിർത്തു. കാരണം 2 വകുപ്പുകളുണ്ട്. ഒന്ന് മനുഷ്യക്കടത്തുണ്ട്. മനുഷ്യക്കടത്ത് കേസ്, ഈ വകുപ്പ് അത് പരിഗണിക്കേണ്ടത് NIA കോടതിയിലാണ്. മറ്റ് വകുപ്പ് എന്ന് പറയുമ്പോൾ മതസ്വാതന്ത്ര്യ നിയമത്തിലെ സെക്ഷൻ 4 വകുപ്പാണ്. ആ വകുപ്പ് പരിഗണിക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഇത് സെഷൻസ് കോടതിക്ക് ഈ അധികാരമില്ല എന്നൊക്കെയാണ് ഇവരുടെ അഭിഭാഷകർ പറയുന്നത്. ഇത് കേട്ട ഉടനെ അതിനുശേഷം ഈ കേസ് തള്ളി, അത് ഇവിടെയല്ല പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞ് കേസ് തള്ളി എന്നാണ് ഈ അഭിഭാഷകർ പറയുന്നത്. അതിനുശേഷം ഇവരുടെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.